നടൻ, ഗായകൻ എന്നീ നിലകളിലെല്ലാം തിളങ്ങുന്ന ബഹുമുഖ പ്രതിഭയാണ് മനോജ് കെ ജയൻ. സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമായ താരം പലപ്പോഴും ചിത്രങ്ങളും വീഡിയോകളും ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട്. മനോജ് കെ ജയൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പുതിയൊരു പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഫ്രാൻസിലെ പാരീസിൽ നിന്നുള്ള തന്റെ ചിത്രമാണ് നടൻ പോസ്റ്റ് ചെയ്തത്. നമ്മളില്ലേ എന്ന ക്യാപ്ഷനോടെയായിരുന്നു ചിത്രം പങ്കുവച്ചത്. ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ടുപേർ പരസ്പരം നിൽക്കുന്നത് കാണാം. നിരവധി ആരാധകരാണ് പോസ്റ്റിൽ കമന്റുമായി എത്തുന്നത്. അറിയാത്ത പോലെ നിൽക്കാം, ഒന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല, ചത്തൊടുങ്ങേണ്ടി വന്നാലും നോക്കില്ല ഈ സെൽവം, ആയുർ രേഖയ്ക്ക് എന്തോ ഒരു വശപ്പിശക്, കണ്ടാൽ മതി, നമ്മൾ ഇതിലില്ല എന്നിങ്ങനെയാണ് കമന്റുകൾ. 3.5 പതിറ്റാണ്ടിലേറെ മലയാള സിനിമയിൽ സജീവമായി തുടരുന്ന താരങ്ങളിൽ ഒരാളാണ് മനോജ് കെ ജയൻ. 1988 ദൂരദർശനിൽ സംപ്രേഷണം ചെയ്ത കുമിളകൾ എന്ന പരമ്പരയിലൂടെയായിരുന്നു മനോജ് കെ ജയന്റെ അരങ്ങേറ്റം. 1987 റിലീസായ എന്റെ സോണിയ എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ടായിരുന്നു സിനിമാഭിനയത്തിന്റെ തുടക്കം. മാമലകൾക്കപ്പുറത്ത് എന്ന സിനിമയിൽ പ്രധാന കഥാപാത്രം ചെയ്തെങ്കിലും സിനിമ പുറത്തിറങ്ങിയില്ല. 1992 റിലീസായ സർഗത്തിലെ കുട്ടൻ തമ്പുരാൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് മനോജ് ശ്രദ്ധേയനാവുന്നത്. പെരുന്തച്ചൻ, സർഗം എന്നീ ചിത്രങ്ങൾ മനോജ് കെ ജയന്റെ അഭിനയ ജീവിതത്തിലെ വഴിത്തിരിവായി. സർഗത്തിലെ അഭിനയത്തിന് 1992 മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. തുടർന്നിങ്ങോട്ട് ഒട്ടേറെ സിനിമകളിൽ നായകനായും ഉപനായകനായും വില്ലനായും തിളങ്ങി. ചമയം, വെങ്കലം, അനന്തഭദ്രം, പഴശ്ശിരാജ എന്നീ സിനിമകളിലെ വേഷവും ശ്രദ്ധ നേടി. മണിരത്നം സംവിധാനം ചെയ്ത് രജനീകാന്ത് നായകനായി അഭിനയിച്ച ദളപതി എന്ന ചിത്രത്തിലൂടെയായിരുന്നു മനോജിന്റെ തമിഴ് സിനിമയിലെ അരങ്ങേറ്റം. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. 2000 നടി ഉർവശിയെ വിവാഹം ചെയ്തെങ്കിലും 2008 ഇരുവരും വിവാഹമോചിതരായി. ഈ ബന്ധത്തിൽ കുഞ്ഞാറ്റ എന്ന് വിളിക്കുന്ന തേജലക്ഷ്മിയാണ് മകൾ. 2011 മനോജ് പുനർവിവാഹിതനായി. ഭാര്യ ആശ, അമൃത് എന്നൊരു മകനുമുണ്ട്. ആശയുടെ ആദ്യ വിവാഹത്തിലുള്ള മകൾ ശ്രേയയും തേജലക്ഷ്മിയും സമപ്രായക്കാരാണ്.